ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാൻ സ്റ്റാർ പുളീൻ്റെ അച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റാർ പുളി കിട്ടിയിരുന്നു. അത് ഞാൻ അതേപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു വലിയ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടൊന്ന് മൂടി വെച്ച് വെക്കാട്ടോ. അപ്പോൾ ഞാൻ രാവിലെ അരിഞ്ഞതിന് ശേഷം വൈകുന്നേരമായിട്ട് അച്ചാറിടുന്നത്. അപ്പോൾ ഒന്ന് മൂടി വെക്കാട്ടോ നമുക്ക്. ഇനി നമുക്ക് വൈകുന്നേരം ആയപ്പോൾ ഞാനത് എടുത്തൊന്ന് അച്ചാറിടുകയാണ്. അപ്പോൾ നമ്മളെ പുളി നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ച് പിന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ, കരിഞ്ഞു പോകരുതേ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാൻ 2 വലിയ സ്പൂണ് അച്ചാർ പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കായത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. പക്ഷേ ഞാൻ കായത്തിൻ്റെ പൊടി ഇപ്പോൾ ഇടാൻ മറന്നു. വിനാഗിരി ഒഴിച്ചതിന് ശേഷം എനിക്ക് ഓർമ്മയായത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലോട്ടൊരു വലിയ ശർക്കര ഒന്ന് പൊടിച്ചിടുന്നുണ്ട്. പുളിയുള്ള സാധനം നമുക്ക് കുറച്ച് ശർക്കര ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ശർക്കര ഒന്ന് പൊടിച്ച് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം ഞാൻ ഈ പുളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. പുളി ഒരുപാടിട്ട് തിളപ്പിച്ച് വേവിക്കാം. ഒന്ന് ചെറിയൊരു തള വരുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ലേശം കുറവുണ്ടെന്ന് ബാക്കി ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കണ്ടേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ അച്ചാറിൻ്റെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. ലൈക്ക് ചെയ്യേണ്ട കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.